തരൂരിന്റെ മോദി സ്തുതിയിൽ പ്രതികരിക്കാതെ കോൺഗ്രസ്. തരൂർ വിഷയത്തിൽ ഒന്നും പറയാനില്ലെന്ന് കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനത്തെ പറഞ്ഞു. മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്കൊന്നും തന്നെ കോൺഗ്രസ് വക്താവ് പ്രതികരണം നൽകിയില്ല. നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ച് ശശി തരൂർ നടത്തുന്ന പ്രതികരണങ്ങളിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ മൗനം തുടരുകയാണ്. നമുക്ക് ആദ്യം കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനതയുടെ പ്രതികരണം കേൾക്കാം. After visiting United States, your working committee member Shashi Tharoor praising Modi and his foreign policy. He wrote an article in Hindu, and that article was shared in social media yesterday by Prime Minister Office. So, what is AICC position on? I am Supriya Srinath, and I am the national spokesperson of the Congress Party, and I am addressing you here. And I have to say about our foreign policy what I have said. I have cited a reason to say what I have said. I have cited a very damning travel advisory. And I think that suffices your question. PR സുനിലുണ്ട് വിശദാംശങ്ങളുമായി. സുനിൽ, ഏതായാലും ശശി തരൂർ വിദേശയാത്രയിലാണ്, തുടർച്ചയായി മോദി സ്തുതി നടത്തുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് കൃത്യമായി ഒരു മൗനം പാലിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ അവഗണിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും വക്താവിന് പ്രത്യേകിച്ചൊന്നും പറയാനുമില്ല. ഇന്ന് കോൺഗ്രസിന്റെ വാർത്താ സമ്മേളനം നടന്നത് പ്രധാനമായും ഇന്ത്യയിലേക്ക് വരുന്ന അമേരിക്കൻ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട്, ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അമേരിക്ക ഒരു അഡ്വൈസറി പുറത്തിറക്കിയിരുന്നു. ആ അഡ്വൈസറിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇന്ന് കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനിധിയുടെ വാർത്താ സമ്മേളനം നടന്നത്. ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം ആകെ തകർന്നിരിക്കുന്നു അമേരിക്കയുമായി എന്നാണ് പ്രധാനമായും കോൺഗ്രസ് വക്താവ് ചൂണ്ടിക്കാണിച്ചത്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മളൊരു ചോദ്യം ഉയർത്തിയത്. ശശി തരൂർ അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞു വന്ന ശേഷം ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങളെ പ്രശംസിക്കുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിക്കുന്നു. അപ്പോൾ ഇക്കാര്യത്തിൽ എന്താണ് കോൺഗ്രസിന്റെ നിലപാട് എന്നതായിരുന്നു ചോദ്യം. ഏതായാലും അക്കാര്യത്തിൽ ഒരു മറുപടിയും പറയാതെ താൻ ആ വിഷയത്തിലല്ല പ്രതികരിക്കാൻ ഇവിടെ എത്തിയത് എന്ന് പറഞ്ഞ് ആ ചോദ്യത്തിൽ നിന്ന് കോൺഗ്രസ് വക്താവ് ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഏതായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശശി തരൂർ വിഷയത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ സമീപനം ഇതേ രീതിയിൽ തന്നെയാണ്. ശശി തരൂർ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തേണ്ടതില്ല, ഈ ശശി തരൂർ വിഷയം വിവാദമാക്കേണ്ടതില്ല. അതേസമയം ശശി തരൂർ മറുവശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചുള്ള നിലപാടുകൾ തുടരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തനായ പ്രധാനമന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ വിദേശ നയത്തെയൊക്കെ തന്നെ ശശി തരൂർ പ്രകീർത്തിക്കുകയാണ്. അപ്പോൾ ഈ നിലയിൽ ഒരു വശത്ത് ശശി തരൂർ മുന്നോട്ട് പോകുമ്പോൾ, ശശി തരൂർ പ്രവർത്തക സമിതി അംഗമാണ്, പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡ് അതിനോട് പ്രതികരിക്കാതെ, ആ ഒരു വിഷയം തന്നെ ഏറ്റെടുക്കാതെ ഇതുമായി തങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്ന നിലപാടിൽ മുന്നോട്ട് പോവുകയാണ്. ശരി, അതാണ്. ഏതായാലും തരൂർ വിഷയത്തിൽ അദ്ദേഹത്തെ അവഗണിച്ചു പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. PR സുനിലാണ് വിവരങ്ങൾ നൽകിയത്.